ഹായ് ഹലോ, ഹൗ ആർ യു? ഹോപ്പ് യു ഡൂയിങ് വെൽ. സോ മറ്റൊരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റിൽ ഓൺ വെക്കേഷൻ. ഒരു റിസോർട്ടിലാണ് ഉള്ളത്. അതായത് ഈ റിസോർട്ട് വരുന്നത് നമ്മുടെ അതിരമ്പള്ളിക്കൊക്കെ പോകുമ്പോൾ ഇൻലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ടുണ്ട്. അവിടെയാണ് ഫാമിലിയൊക്കെ ഉണ്ട്. പിന്നെ നൈറ്റ് ഇവിടെ ഉണ്ടാവും. ഇതൊക്കെ ആയിട്ടൊന്ന് ചുറ്റാന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ്. ഒരു ഓൺലൈൻ തിരക്കേടില്ലാത്ത റേറ്റിംഗ് കണ്ടിട്ടാണ് ഈ ഹോട്ടലിലോട്ട്, ഈ റിസോർട്ടിലോട്ട് നമ്മൾ എത്തിപ്പെട്ടത്. പിന്നെ പൂൾ ഫെസിലിറ്റീസ് ഉണ്ട്. പിള്ളേരൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പൂളിലൊക്കെ ചാടി മറിയാം. പൂൾ സ്റ്റാൻഡേർഡ് റിക്വയർഡ് ആയിട്ടുള്ള പൂളൊന്നുമല്ല കേട്ടോ. അതായത് ജസ്റ്റ് വര ചാട അത്ര ഉള്ള. അതായത് ഞങ്ങളൊരു 11:30 അവിടുന്ന് പോന്നു. ഒരു 1 o'clock ഇവിടെ എത്തി. നമ്മൾ ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് കഴിച്ചു. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഭക്ഷണം എടുക്കാം. അതിന് ശേഷം ഞങ്ങൾ റിസപ്ഷനിൽ വന്നപ്പോൾ ഒരു ഫാമിലി അതാണ് ഉണ്ടായിരുന്നു. അപ്പോൾ റിസപ്ഷനിലെല്ലാം കഴിഞ്ഞ് അവർ റൂംസ് എല്ലാം കാണിച്ചു. അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല റൂംസ് തന്നെയാണ്. ഞങ്ങൾ 3 റൂംസാണ് എടുത്തേക്കുന്നത്. ഞാനും എൻ്റെ വൈഫും കൊച്ചും പിന്നെ എൻ്റെ 2 sisters ആൻഡ് ഫാമിലീസ്. ഇതിൻ്റെ ആംബിയൻസ് ഒക്കെ നമ്മൾ വണ്ടി ഓടിച്ച് വരുമ്പോൾ കാണുന്ന അപ്പുറം ഉള്ള ആംബിയൻസ് തന്നെയാണ് ഇവിടെ. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് റൂമിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വിൻഡോ വെച്ച് നോക്കിയാൽ നല്ലൊരു ബ്യൂട്ടിഫുൾ വിഷ്വൽ. അതൊന്നും ഇവിടെ എക്സ്പെക്ട് ചെയ്യേണ്ട, അതൊന്നുമില്ല. പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ പൂളിൽ കുറച്ച് തലകുത്തി മറിയാം. പിന്നെ വേറെ ഒന്നുമില്ല. നമുക്കിവിടെ നടന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാം, സ്റ്റാറ്റസ് ഇടാം, അതൊക്കെ തന്നെ. ആ മരം പാലയുണ്ടോ. അപ്പോൾ നമ്മുടെ പൂളിൽ തലകുത്തി മറിയെല്ലാം കഴിഞ്ഞ് റൂമിൽ കയറി നൈസ് സെറ്റ് ആവാനുള്ള പരിപാടിയാണ്. അപ്പോൾ റൂമിൽ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് റൂമിൻ്റെ സെറ്റപ്പ്. ഇത് നമ്മുടെ പിന്നെ യൂഷ്വൽ തിങ്സ്, ചെറിയൊരു ഈ ഒരു സെറ്റപ്പിലുള്ളൊരു ഷെൽഫ്, ഒരു ബാത്റൂം, ഇതിൽ കാണുന്നൊരു ബോക്സ് ഉണ്ട്. ഇത് ഡെൻറ്റൽ കിറ്റാണ്. ഇതിൽ 2 ബ്രഷസ് ആൻഡ് ചെറിയ ഒരു പേസ്റ്റിൻ്റെ ട്യൂബ് ഉണ്ടാവും. പിന്നെ ടിഷ്യൂസ്, അത്രയാണ് അവർ അതിൽ പ്രൊവൈഡ് ആക്കുന്നത്. സോ ഈ ഒരു ബഡ്ജറ്റിൽ ഇറ്റ്സ് ഫൈൻ. ഒരു ഡ്രോയറാണ്. ഇതാണ് റൂമിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ. ഇതേപോലെ 3 റൂം നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ ഡൈനിങ്. അപ്പോൾ 7:30 PM സ്റ്റാർട്ട് ചെയ്യും, 9:30 അവർ ക്ലോസ് ചെയ്യും. ആ രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ബൊഫേ സിസ്റ്റം ഉണ്ടാ. പിന്നെ പെർ ഹെഡ് 400 ആണ്. 10 വയസ്സിന് താഴെയുള്ളവർക്ക് ഫ്രീ ആണ്, ചാർജസ് ഒന്നുമില്ല. ക്വാളിറ്റി ഉള്ള ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ്. സാറ്റിസ്ഫൈഡ് ആണ്. ഈ സെക്കൻഡ് ഫ്ലോറിൽ ഒരു കിഡ്സ് യാർഡ്, ഒരു കിഡ്സ് പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു സെറ്റപ്പ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, ദ ഫ്രഷ് മോർണിംഗ്. സോറി തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇന്നലെ നമ്മളൊരു നൈറ്റ് ഇവിടെ സ്റ്റേ ബാക്ക് ഉണ്ടാവും. മോർണിംഗ് വ്യൂ ഇതാണ്. സോ അവർ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ഡൺ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് ചെക്കൗട്ടാണ് കേട്ടോ. ഇതാണ് ചാർട്ട്. നമ്മുടെ റൂം നമ്പർ കൊടുക്കും, റിസപ്ഷൻ ആൻഡ് വൈഫൈയുടെ ഇത്, ചെക്ക് ഇൻ ടൈം, ചെക്ക് ഔട്ട് ടൈം, ബ്രേക്ക്ഫാസ്റ്റ് ടൈം, ഡിന്നർ ടൈം, വാട്ടർഫാൾ വ്യൂ പോയിന്റ് എല്ലാം ഉണ്ട്. പിന്നെ ആ ചാർട്ടിലുള്ള പോലെ തന്നെയാണ്. സെക്കൻഡ് ഫ്ലോറിൽ കിഡ്സ് റൂം വരും, ഫസ്റ്റ് ഫ്ലോറിൽ പൂള് ഏരിയ വരും. അവിടെ തന്നെ ഗാർഡൻ ഏരിയ ഉണ്ട്. ഗാർഡൻ ഏരിയ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഗാദർ ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഫോട്ടോസ് എടുക്കുക, ആ ഒരു സെറ്റപ്പ് ഉള്ളൂ. ഇതാണ് ഒരു ഇതിനകത്ത് മെൻഷൻ ചെയ്തേക്കുന്ന വാട്ടർഫാൾ പോയിന്റ് എന്ന് പറഞ്ഞിട്ടും കൊടുത്തിട്ടില്ലേ ടോപ്പ് റൂഫിൽ. അതാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നാലും മെയിനായിട്ട് കാണാൻ അങ്ങനെയൊന്നും പറ്റൊന്നുമില്ല. പക്ഷേ ഒരു പൊട്ട് പോലെ അറ്റത്ത് അത് വളരെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. വീഡിയോയിൽ ഇത്ര ക്ലിയർ ആവുമെന്ന് അറിയില്ല. പക്ഷേ ആ കാണുന്ന ലോങ് ഡിസ്റ്റൻസ് കാണുന്ന ഒരു വൈറ്റ് കളറിലൊരു സ്പോട്ടാണ്. അതാണ് വാട്ടർഫാൾ ഇവർ കൊടുത്തേക്കുന്നത്. എസ്പെഷ്യലി ഇവരുടെ ഹൈജീൻ എടുത്ത് പറയണ്ടേ കേട്ടോ. അവർ നല്ല രീതിയിൽ ഹൈജീൻ മെയിൻറ്റെയിൻ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഫുഡ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് ഉണ്ടല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഡിന്നറായാലും ടേസ്റ്റിയാണ്. വെജ് ഉണ്ട്, നോൺ വെജ് ഉണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റി, അതായത് ബൊഫേ സിസ്റ്റം ഉണ്ടല്ലോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ ഇഡ്ഡലി, വട, പിന്നെ പുട്ട്, കടല, കുറുമ അങ്ങനത്തെ ഉണ്ട്. പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്, ജ്യൂസ് ഉണ്ട്. സോ ബ്രെഡ് ആൻഡ് ബട്ടർ എവറിത്തിങ്. സോ ഈ ഒരു ബഡ്ജറ്റിൽ ഇറ്റ്സ് വർത്ത് ആൻഡ് ഫുള്ളി സാറ്റിസ്ഫൈഡ്. ഹായ് ഗൈസ്, അപ്പോൾ ഇവിടുന്ന് ചെക്കൗട്ട് ആയിട്ടാ. അപ്പോൾ ഇറങ്ങിയാണ്. അപ്പോൾ വേറെ പ്ലാൻസ് ഒന്നുമില്ല. ഇവിടെ കുറച്ച് ഡ്രൈവിംഗ് ഡിസ്റ്റൻസിലുള്ള കുറച്ച് ഏരിയാസ് നമ്മൾ പോകും. അപ്പോൾ എന്നാൽ പോവല്ലേ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഓൺ ദ വേ വാഴച്ചാല വെള്ളച്ചാട്ടമില്ലേ, അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയേട്ടാ. അധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്തില്ല. ഒരു ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് കൊടുത്ത് ദെൻ കാണാൻ മാത്രം അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു പെരിസ്റ്റൽ ആക്സസ് കുറച്ചങ്ങോട്ട് പോയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു അധികം ഫോഴ്സിലൊന്നും അല്ല കേട്ടോ വെള്ളം വരുന്നത്.
പിന്നെ എൻട്രി ഫീസ് എടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് എൻട്രി ഫീസ് എടുക്കുക, നേരെ അങ്ങോട്ട് നടക്കുക. ഈ കാണുന്ന ഒരു ഡിസ്റ്റൻസ് ഉള്ളൂ. ഈ ഡിസ്റ്റൻസ് ഓൺലി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കാണുന്നൊക്കെ ഈ ഒരു പെഡിസ്ട്രിയൽ ആക്സസിലൂടെ പോയി കഴിഞ്ഞാൽ ഇതിന് അപ്പുറപ്പുറക്കായിട്ട് കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ തിരിച്ചു പോകാനുള്ള പരിപാടിയൊക്കെയാണ്. എന്താ വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറഞ്ഞിട്ട് ഭയങ്കരമായിട്ട്, അധികം ഫോഴ്സിലല്ല വെള്ളം വരുന്നത്. ഷാർക്ക് വാട്ടർഫാൾ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ലെറ്റേഴ്സ് എല്ലാം മിസ്സിങ് ആണ്. അപ്പോൾ നമ്മൾ വൺ ദ വേ ആണ്. അപ്പോൾ നമ്മുടെ പ്ലാൻസൊക്കെ ചെറുതായിട്ട് പാളി ഡ്യൂ ടു സം റീസൺ. നമ്മുടെ വാസുവിൻ്റെ കട ഉണ്ട്, ഫേമസ് ആണല്ലോ. അപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും വാസുവിൻ്റെ കട. അപ്പോൾ ഒരുപാട് യൂട്യൂബ് റിവ്യൂസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ അപ്പോൾ നമ്മൾ അവിടെ ഫുഡ് എക്സ്പീരിയൻസ് ആണ്. ഇറ്റ്സ് മൈ ഫസ്റ്റ് ട്രൈ. ഐ ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ് ദെയർ. എനിവേ പാർക്കിംഗ് യാർഡിൽ ഒരുപാട് വെഹിക്കിൾസ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് ട്രൈ, കം വിത്ത് അസ്. So we are all moving to Vasuvetan Kadas. Yeah. So guys, ഫുഡ് അടിച്ച് പുറത്തിറങ്ങിയിരിക്കുകയാണ്. പാർക്കിംഗ് യാർഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫുഡ് ഡീറ്റെയിൽസ് ഒന്നും ഇതിൽ പാർട്ടിയല്ല, കുറച്ച് ഷൈ ആണ്. അത്രയും ക്രൗഡഡ് ആയിരുന്നു അതിനകത്ത്, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. സോ ഫുഡൊന്നും പറയാനില്ല, അടിപൊളിയാണ്. സോ നിങ്ങൾ ഒരുപാട് റിവ്യൂസ് കണ്ടിട്ടുണ്ടാവും. നോർമൽ ഊണിൻ്റെ കൂടെ അവർ സെർവ് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, ടോപ്പാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പെഷ്യൽ വേണമെന്നുണ്ടെങ്കിൽ അത് ഓർഡർ എടുക്കുക. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റേറ്റ് ആൻഡ് യുവർ ചോയ്സ്. ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം, ഐ ലൈക്ക് ഇറ്റ്. നിങ്ങൾ ട്രൈ ചെയ്യൂ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവും. എൻ്റെ ടേസ്റ്റ് അല്ല നിങ്ങളുടെ ടേസ്റ്റ്. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ചാओ.